ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷാണ് എക്സാം, ഓണം എക്സാം. അപ്പോൾ അതിലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാർക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡ്രോ ദ പിക്ചർ. അപ്പോൾ എന്താണ്, കൂട്ടുകാർ ടീച്ചറെ നന്നായി ശ്രദ്ധിക്കുക. കൂട്ടുകാരെ ടീച്ചർ പറഞ്ഞു തരും എന്താ എങ്ങനെ വരക്കേണ്ടതെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അതേപോലെ കൂട്ടുകാർ വരയ്ക്കുക. അപ്പോൾ അതാണ് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ ടീച്ചർ പറഞ്ഞു തരും. അപ്പോൾ ആ ടീച്ചർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ കാര്യം അതേപോലെ വരയ്ക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. ഇനി ആക്ടിവിറ്റി 2 ഉണ്ട്, ഡിസ്ക്രിപ്ഷനാണ്. ഓൾ ദ ചിൽഡ്രൻ ആർ വെരി ഹാപ്പി, ദേ ആർ പ്ലേയിങ്. അപ്പോൾ എന്താണ്, ഡിസ്ക്രൈബ് ദ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ്, എല്ലാ കുട്ടികളും നല്ല ഹാപ്പിയാണ്, അവർ കളിക്കുകയാണ്, ഒരു പട്ടം പറത്തി കളിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പിക്ചറിൽ കാണുന്നത്. ഇനി താഴെ ഡിസ്ക്രൈബ് ദ പിക്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് പൂരിപ്പിക്കണം. അപ്പോൾ നമുക്കത് പൂരിപ്പിച്ച് നോക്കാം. ഇറ്റ് ഈസ് എ അതൊരു പ്ലേ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, അതിൽ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. പ്ലേ ഗ്രൗണ്ട്, ഫ്ലൈയിങ് കൈറ്റ്സ്, ട്രീസ്, പ്ലേ ഗ്രൗണ്ട്, വാച്ചിങ് ബേർഡ്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്ത് കിട്ടും കൂട്ടുകാരെ, ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട്. ഇനി രണ്ടാമത്തെ, എ ബിഗ് ഡാഷ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. എ ബിഗ് എന്താണ് പറക്കുന്നത് ആകാശത്തിലൂടെ, എ ബിഗ് ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഒരു വലിയ പക്ഷി ആകാശത്ത് കൂടെ പറക്കുകയാണ്. ചിൽഡ്രൻ ആർ, കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്, കളിക്കുകയാണ്. ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഓക്കെ, ഇനി അടുത്തത്, ബ്രൂണോ ഈസ് ലൈയിങ് അണ്ടർ ദ. ബ്രൂണോ എവിടെ കിടക്കുന്നത്, അണ്ടർ ദ ട്രീയുടെ താഴെയാണ് ബ്രൂണോ കിടക്കുന്നത്. ഹി ഈസ് ഡാഷ് ദ കൈറ്റ്സ്, ഹി ഈസ് വാച്ചിങ് ദ കൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി 3 ആണ്. ആഡ് മോർ ലൈൻസ്. കൂടുതൽ വരികൾ എഴുതി കൊടുക്കാൻ. സച്ചിൻ വെൻ ടു ദ പ്ലേ ഗ്രൗണ്ട് വിത്ത് ദ ന്യൂ കൈറ്റ്. അപ്പോൾ സച്ചിൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് പുതിയ കൈറ്റ് പോയി. ഈ ഹാൻഡ് ഹസ് ഫ്രണ്ട്സ് ബിഗിൻ ടു ഫ്ലൈ കൈറ്റ് സിംഗിങ് എ സോങ്. അപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ട് സച്ചിനും സച്ചിൻ്റെ ഫ്രണ്ട്സും കൂടെ എന്ത് ചെയ്തു, ഈ കൈറ്റ് ഇങ്ങനെ പറപ്പിക്കാനായിട്ട് തുടങ്ങി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. അപ്പോൾ ഈ സോങ്ങിൻ്റെ എന്ത് ചെയ്യണം, ഈ ഫില്ല് ചെയ്യും വേണം, പിന്നെ മോർ ലൈൻസ് ആഡ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. റെഡ് കൈറ്റ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, അപ്പ് ആൻഡ് ഡൗൺ, ഫ്ലൈയിങ് in the sky. ഇനി ഡാഷ് കൈറ്റ്സ് ആർ സെയിലിംഗ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈൻ നമ്മൾ ഉണ്ടാക്കി എഴുതും വേണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഗ്രീൻ യെല്ലോ കൈറ്റ്സ് ആർ സെയിലിംഗ്. ഗ്രീനും യെല്ലോയും കൈറ്റ്സ് ആണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിലിംഗ് ഇൻ ദ സ്കൈ, അപ്പ് ആൻഡ് ഡൗൺ, സെയിലിംഗ് ഇൻ ദ സ്കൈ. ഇനി നമ്മൾ 4 ലൈൻസ് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എഴുതാം, വൈറ്റ് ബ്ലാക്ക് കൈറ്റ്സ് ആർ ഡാൻസിങ്. അതെന്താണ്, കറുപ്പും വെള്ളയുമായിട്ടുള്ള കൈറ്റ്സ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാൻസിങ് ഇൻ ദ സ്കൈ, ആകാശത്ത് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പ് ആൻഡ് ഡൗൺ, താഴേക്കും മേലോട്ടും ആയിട്ട് ഡാൻസിങ് ഇൻ ദ സ്കൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4 ആണ്, കോൺവേഴ്സേഷൻ. സച്ചിൻ സോ മിനു വാച്ചിങ് ദ ഫ്ലൈയിങ് കൈറ്റ്സ്. അപ്പോൾ സച്ചിൻ കണ്ടു, മിനി പട്ടമൊക്കെ പറപ്പിക്കുന്നത് കണ്ടു. ഷീ ലുക്ക്ഡ് സാഡ്. ഹി മൂവ് ടു മിനു ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹാപ്പൻ. അപ്പോൾ മിനു കുറച്ച് വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ മിനുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, എന്ത് പറ്റി, കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ആക്കണം.
ലെറ്റ്സ് മേക്ക് എ കൈറ്റ്, താങ്ക് യു, വാട്ട് ഹാപ്പൻ, ഡോണ്ട് വെറി, ഡോണ്ട് ഹാവ് എ കൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ആ വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ അതാത് സ്ഥലത്ത് അതാതുള്ളത് പൂരിപ്പിക്കുക. അപ്പോൾ സച്ചിൻ ഹായ് മിനു. അപ്പോൾ മിനു പറയുന്നുണ്ട് ഹായ് സച്ചിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിൻ മിനു വാട്ട് ഹാപ്പൻ. അപ്പോൾ എന്ത് പറ്റി മിനു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിനു ഐ ഡോണ്ട് ഹാവ് എ കൈറ്റ്. എനിക്കൊരു കൈറ്റ് ഇല്ല എന്ന് മിനു സങ്കടം പറയാണ്. അപ്പോൾ സച്ചിൻ ഡോണ്ട് വെറി ഐ വിൽ ഹെൽപ്പ് യു. അത് സാരില്ല, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് സച്ചിൻ പറഞ്ഞു. മിനു ക്യാൻ യു മേക്ക് എ കൈറ്റ്. അപ്പോൾ നിനക്ക് കൈറ്റ് ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിൻ യെസ് ലെറ്റ് us മേക്ക് എ കൈറ്റ്. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു കൈറ്റ് ഉണ്ടാക്കാമെന്ന് പറയും. ഓക്കെ, അപ്പോൾ മിനു പറയും ഓ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, ആക്ടിവിറ്റി 5 നെയിം ദ ബേർഡ്സ് ആണ്. സച്ചിൻ ട്രൈ ടു മേക്ക് some birds. Can you help him? Circle the birds in the grid. Write the names of birds below the picture. അപ്പോൾ എന്താണ്, ഇതിൽ കുറച്ച് പിക്ചറിൻ്റെ പേരിരിക്കുന്നുണ്ട്, ബേർഡ്സിൻ്റെ പേരിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഈ പാരറ്റ് ഇട്ട പോലെ കൂട്ടുകാർ റൗണ്ട് ചെയ്യണം. മാത്രമല്ല താഴെ ആ ബേർഡ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ആ ബേർഡ്സിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എന്താ കൂട്ടുകാരെ, ഹെന്നാണ്. ഹെന്ന് കഴിഞ്ഞാലോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചില കൂട്ടുകാർക്ക് കിട്ടിയില്ല. അത് കിവിയാണ്, കിവി. ദെൻ അടുത്തത് ക്രോയാണ്. ദെൻ അത് കഴിഞ്ഞാൽ താഴെയുള്ളത് ഔളാണ്. ലാസ്റ്റ് വൺ ഈഗിളാണ്. അപ്പോൾ കിവി മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതേ പാറ്റേണിലാണ് കൂട്ടുകാർക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് പോവുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.